ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ശ്രീകാന്തിനെയും നമ്മുടെ ശങ്കർ നാരായണനെയാണ്. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? വരണ്ട എന്ന് തോന്നുന്നുണ്ടായിരുന്നു അല്ലേ? എടാ, ഞാൻ ചെന്ന് വിളിച്ച അവള് വരുമെന്ന് അമ്മയ്ക്കായിരുന്നല്ലോ ഉറപ്പ്. ഇപ്പൊ എന്തായി? ആ ഇത്രയും നാളും വളർത്തി വലുതാക്കിയ ആ നമ്മളെക്കാളും അവക്ക് വലുത് ഇന്നലെ കെട്ടിയ അവളെ താലി കെട്ടിയ ആ തെമ്മാടി കൂടിയാ. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ചമ്മ കൂടിയാ ഇതിനെല്ലാം കാരണക്കാരി. ഓരോ വിശ്വാസവും അതുപോലെ തന്നെ ഓരോരോ മുടന്ന ന്യായങ്ങളും ഒക്കെ അവളുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വച്ചിരിക്കുന്നത് നമ്മുടെ അച്ചമ്മ കൂടിയാ. അത് മാത്രമല്ല ശ്രീകാന്തെ, ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് പോലെ അവൾ ആ തീരുമാനം എടുത്തു എന്നല്ലേ അവള് പറഞ്ഞത്? അതായത് ആ തീരുമാനമെടുക്കാൻ എന്റെ ചില തീരുമാനങ്ങൾ അവളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണ്ടേ കരുതാനായിട്ട് എന്ന് ചോദിച്ചു. വിധവാ ചടങ്ങ് നടത്തി ദർശനമായിട്ടുള്ള വിവാഹത്തിന് അവൾ തയ്യാറായി എന്ന് പറഞ്ഞതിനു ശേഷമാണ് അവളുടെ ആ മനമാറ്റം തന്നെ സംഭവിച്ചത്. ഇനി അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതെങ്ങാനും അവൾ അറിഞ്ഞിരിക്കുവോ ശ്രീകാന്തെ? പറയാൻ എനിക്കും നിനക്കും ആ ഇൻസ്പെക്ടർക്കല്ലാതെ അത് ആർക്കെങ്കിലും അറിയാമായിരുന്നോ എന്ന് ചോദിച്ചു. വർഷയോടോ മറ്റോ നീ അബദ്ധത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലച്ച, ഞാൻ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാലും എന്തോ എനിക്കൊരു സംശയം. അവളുടെ അഡമന്റ് ആയിട്ടുള്ള ഈ തീരുമാനത്തിന് പിന്നിൽ അവരെ ട്രിഗർ ചെയ്യുന്ന എന്തോ ഒന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം എന്തൊക്കെയോ ഭയങ്കര സംശയങ്ങളായിട്ടോ നമ്മുടെ ജഡ്ജിന് വേദയുടെ ഈ മാറ്റം കണ്ടിട്ട്. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വേദനയാണ്. അപ്പൊ ആള് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു നല്ല സുന്ദരിയായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വിട്ടിട്ടേ നീ എന്ന് ചിരിക്കുവാന്ന് എനിക്ക് അറിയാട്ടോ ഭഗവാനെ. എന്തിനാ എന്റെ ഈശ്വര, നടക്കില്ല എന്നറിഞ്ഞിട്ടും എന്റെ വീട്ടുകാര് വീണ്ടും വീണ്ടും എന്റെ വീട്ടുകാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിനെ കൂടെ സ്വാധീനിച്ച് ഒന്ന് നേർവഴിക്ക് നടത്തിക്കൂടെ? സാരമില്ല, എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിച്ച് ആള് കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ്. എല്ലാവരും വിചാരിക്കുന്നത് പോലെ അത്ര വലിയ കുഴപ്പക്കാരനൊന്നും അല്ല വിക്രം. അതെനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അയാൾ എന്താ ഇങ്ങനെയായി പോയത് എന്നൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. അതെന്താ? എല്ലാം വഴിയെ നീ വെളിവാക്കി തരും എന്ന് എനിക്കറിയാം. അത്രയും നാളും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് മാത്രം നീ എനിക്ക് തരണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറൊരു പരാതിയോ പരിഭവമൊന്നും എനിക്കില്ല എന്നൊക്കെ വേദ ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീജനെയാണ്. അപ്പൊ ശ്രീജ വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്ദിനി അപ്പുറത്തിരുന്ന് ഫോൺ കണ്ടോണ്ടിരിക്കുന്നു. എന്നിട്ട് നീ എന്താ നന്ദിനി കാണുന്നത്? ഹോട്ട്സ്റ്റാറിൽ ചമ്പനീർ പൂ കാണുവാ. അത് എപ്പോ വേണേലും കാണാലോ, നീ ഒന്ന് വന്ന് സഹായിച്ചേ എന്ന് പറഞ്ഞു. ഞാനില്ല ചേച്ചു, ഞാൻ സഹായിക്കാം ഏട്ടത്തി എന്ന് പറഞ്ഞോണ്ട് വേഗം വേദ വന്നു. മോള് അപ്പോഴേക്കും നന്ദിനി ചാടി ഓടി വന്നിട്ട് അതെല്ലാം വാങ്ങിക്കാണ് കേട്ടോ. ഒരു കത്തി കൂടി തന്നാ ഞാനോടി കൂടാം. അതിന് നിനക്കിതൊക്കെ വശമുണ്ടോ? അവിടെ എല്ലാത്തിനും വേറെക്കാരില്ലേ എന്ന് നന്ദിനി ചോദിച്ചു. അത് ശരിയാ, ഇതുവരെ അടുക്കള ജോലി ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കൂ. എങ്ങനെ വേണമെന്ന് പറഞ്ഞു തന്നാ മതി. അതിന് ഞങ്ങളിവിടെ ഹോം ബേക്കിംഗ് ട്രേഡിംഗ് സെന്റർ ഒന്നും നടത്തുന്നില്ല കേട്ടോ, മനസ്സിലായോ? നന്ദിനി അടുത്ത് എന്തിനാ ഇങ്ങനെ ബലം പിടിക്കുന്നത്? ഞാനിത് അരിഞ്ഞുകൊണ്ട് എന്താ കുഴപ്പം? പടാ അപ്പനെ, ഇപ്പൊ വന്ന് തർക്കിക്കാനും ചോദ്യം ചെയ്യാനും വരെ തുടങ്ങിയോ? അങ്ങോട്ട് മാറപ്പെണ്ണേ. നന്ദിനി, നീ എന്താ കാണിക്കുന്നത്? ശ്രീജേച്ചി, അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വെറുതെ ചീത്ത വാങ്ങാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അതിന് അച്ഛൻ വരുന്നതിന് മുൻപ് ചെയ്ത് തീർത്താ പോരെ? വേണ്ട വേദേ, ഞാൻ തന്നെ ഇത് ചെയ്തോളാം എന്ന് പറഞ്ഞു. സാരമില്ല ഏട്ടത്തി വേറെ വല്ല പണിയുണ്ടേ ചെയ്തോ, ഇത് ഞാനും നന്ദിനി ഏട്ടത്തിയും കൊണ്ട് ചെയ്തോളാം. അയ്യോടോ, ഞാനും കൂടിയോ? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം, ഇങ്ങോട്ടാ എന്ന് പറഞ്ഞ് കത്തി വേഗം വാങ്ങിയിട്ട് അത് കട്ട് ചെയ്യാണ്. അപ്പോഴാണ് അമ്മ ശ്രീജയെന്ന് വിളിച്ചു വരുന്നത്. വേഗം തന്നെ കത്തിയും പച്ചക്കറിയും എല്ലാം അവിടെ വെച്ചിട്ട് ആള് വേഗം അപ്പുറത്ത് മാറിയും പോയി ഇരിക്കുകയാണ് കേട്ടോ. ശ്രീജ എന്ന് വിളിച്ചു. ആളുടെ ഇരിപ്പ് കണ്ടാൽ നമുക്ക് ചിരി വരും. കുഞ്ഞു കുട്ടികൾ പറഞ്ഞ കേൾക്കാത്തപ്പോ തല്ല് കിട്ടും എന്ന് പേടിച്ചിരിക്കണം. അതുപോലെ എന്താമ്മേ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാലേ നീ അടുക്കളപ്പുറത്ത് വരണോട്ടോ, നന്ദിനി നീ ഇവിടെ വരണോട്ടോ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നീ ഇനി കൂടുന്നില്ല നന്ദിനി, ഇത് ചേച്ചിക്ക് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഞാനിതൊന്ന് കണ്ടു തീർക്കട്ടെ ചേച്ചി പ്ലീസ് എന്ന് പറഞ്ഞ നന്ദിനി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ശ്രീജ എന്ത് കഷ്ടാണാവോ എന്ന് ഓർത്തിങ്ങനെ ഇരിക്കുന്നു. പിന്നെ കാണുന്നത് നമ്മുടെ വിക്രത്തിനെയാണ്. അപ്പൊ വിക്രം ദേണ്ട പാർട്ടി ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് ശ്രീനിവാസ സാറിനെ കാണാനായിട്ട്. വിക്രം, കാര്യങ്ങള് സാറിനോടൊന്ന് സംസാരിക്കുക, സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യാന്നൊക്കെ പറഞ്ഞ പാർട്ടിക്കാരിങ്ങനെ പുറത്ത്.
അപ്പോഴാണ് വിക്രം കയറി ചെല്ലുമ്പം ഒരുത്തനെ 2 പേര് ചേർന്ന് നല്ല സൂപ്പർ ഇടിയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് കണ്ടോണ്ടാണ് വിക്രം കയറി ചെല്ലുന്നത്. എന്താന്ന് മനസ്സിലായില്ല. ദേ മതി മതി നിർത്തിക്കോ എന്ന് ഇങ്ങനെ ശ്രീനിവാസൻ പറഞ്ഞിട്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഇവനെ എടുത്ത് പുറത്ത് കൊണ്ടുക്കളാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഈ പാർട്ടി ഓഫീസിന്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടു പോവരുത്, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് ഇവനെ പുറത്ത് കളയാണ്. അപ്പൊ വിക്രം ചോദിച്ചു, അല്ല എന്തിനാ? അത് നമ്മുടെ പാർട്ടിക്കാരൻ തന്നെയല്ലേ? അതെ ശരിയാണ്, നമ്മുടെ പാർട്ടിക്കാരൻ തന്നെയാണ്. പക്ഷേ എങ്കിൽ തെറ്റാര് ചെയ്താലും തെറ്റല്ലാതാവുമോ വിക്രം? സംസ്ഥാന കമ്മിറ്റിയിൽ തെരഞ്ഞെടുത്ത ആ സന്തോഷത്തില് കുട്ടിസഖാക്കള് മിനിങ്ങിയതാ, അതായിക്കോട്ടെ. പക്ഷെ അകത്ത് കിടക്കുന്ന കള്ള് എതിർ പാർട്ടിക്കാരുടെ വീട്ടിൽ കയറി തെറി വിളിക്കാനുള്ള ലൈസൻസ് അല്ല. അത്രയും ആത്മാർത്ഥത ആ പണികൾ നമ്മുടെ പാർട്ടിയോട് കാണിക്കണ. അവൻ കുറെ കാലം KCPയിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഒറ്റുകാരനായിട്ടാണോ എന്ന് സംശയം തോന്നി തുടങ്ങിയിട്ട് കുറെ കാലമായി. പിന്നെ അവൻ KCPയുടെ ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിൽ കയറിയിട്ട് അവൻ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അത് എന്താണെങ്കിലും അത് എനിക്കല്ലേ നഷ്ടമാവുന്നത്. ഞാനൊരു പണി ഏൽപ്പിച്ച് ഡൽഹി പോയിട്ട് വന്നപ്പോഴേക്കും നീ എന്തൊക്കെ പുകിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കണത്? അവളെ പിടിച്ച് പിള്ളസാറിനെ ഏൽപ്പിക്കണമെന്നല്ലേ? അതെന്തിനാ നീ ജല്ലാഡ് ജഡ്ജിന് മകളെ താലി കെട്ടാൻ പോയത്? അല്ല സാറിനെ, അത് പിന്നെ ആ സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ഇങ്ങനെ പറയാണ് കേട്ടോ. ഓ മനസ്സിലായി, നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഒരു പെണ്ണ് കരണത്തടിച്ച ഒരു ചില ആണുങ്ങൾ ചെയ്യും. നിന്നെ കൂടെ ടെമ്പർ കൂടി ഇറങ്ങുമ്പോ പ്രത്യേകിച്ച് ചെയ്യുമെന്ന് കുട്ടിക്കോ. എന്നിട്ടിപ്പോ വീട്ടിൽ വന്നവള് കൂടിയില്ലേ, അധികം അവള് നിക്കില്ല, ഞാൻ പിടിച്ചു പുറത്താക്കിക്കോളാം. എന്തിന്? അവള് നിന്റെ ഭാര്യ ആയിരിക്കുന്നോണ്ട് എനിക്ക് എന്താടാ പ്രശ്നം? സർ ഭാര്യ ഒന്നും ആയിട്ടില്ല, നമ്മുടെ നടപ്പനുസരിച്ച് താലി കിട്ടിയ പിന്നെ അങ്ങനെയാണല്ലോ സാർ. അത് പിന്നെ എടാ ബൈ ഇലക്ഷൻ എടുത്തു വരികയാണ്. അതുവരെ നമ്മുടെ ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു കോട്ടവും നമ്മുടെ പാർട്ടിക്ക് വരാൻ പാടില്ല. നിനക്കറിയാലോ, പ്രോഗ്രസീവ് പാർട്ടിയുടെ ഒത്താശയോടെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നേ മാധ്യമങ്ങൾ പറയൂ. വയറ്റിപ്പഴപ്പായോണ്ട് അങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ട് ഏത് രീതിയിലായാലും പ്രശ്നം നീ പരിഹരിക്കണം. ഒന്നുകിൽ ഔദ്യോഗികമായി ഭാര്യയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ വീട്ടുകാർ ആലോചിച്ച പ്രകാരം അവളെ തിരിച്ചെത്തിച്ച പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് താലി കെട്ടി കൊണ്ടുവന്നു എന്നല്ലേ ഉള്ളൂ. അവളുമായിട്ട് വേറെ വല്ല? അയ്യോ സാർ, അങ്ങനെ ഒരു അടുത്തനല്ലെന്ന് എനിക്കറിയാടാ. നേനക്കേട് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിയ അറിയാലോ, കാലം പോട്ടയാ. അതുകൊണ്ട് ഇതിനേക്കാൾ എരിവും പുളിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചുറ്റും നടക്കുന്നത് കൊണ്ട് ഇപ്പൊ തൽക്കാലം മീഡിയ ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ ഇലക്ഷൻ വരുമ്പോ എതിർ പാർട്ടിക്കാർ മുഴുവൻ ഇതൊരു പ്രശ്നമാക്കി ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള പ്രാധാന്യം അപ്പൊ ആ കേസിനുണ്ടാവും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും എന്റെ മോൻ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം, കേട്ടല്ലോ? ഉറപ്പായിട്ട് ശ്രീനി സാർ, ഞാൻ കാരണം ഒരു പ്രശ്നം സാറിന് ഉണ്ടാവില്ല, എനിക്കറിയാം. അതാണല്ലോ വിക്രം, മാടാ എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിന്റെ തോളി കൈയിട്ട് ഇവർ രണ്ടുപേരും പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിപ്പോവാണ്. അപ്പൊ നമ്മുടെ വേദ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ വേദയ്ക്കുള്ള ഭക്ഷണമായിട്ട് ശ്രീജ വന്നു. ദേ ഇത് കഴിക്കുമോളെ എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട ഏട്ടത്തെ, കുട്ടി ഇങ്ങനെ പട്ടിണി കിടന്ന എന്താ സംഭവിക്കുക? എന്തിനാ കുട്ടി ഇങ്ങനെ ആരോഗ്യം കളയണത്? ഞാൻ ഇന്ന് രാവിലെ ഭക്ഷണം കൊണ്ട് തന്നപ്പോഴും കഴിച്ചു എന്ന് വരുത്തി തീർത്ത് കഴിച്ചു. പിന്നെ വെള്ളം മാത്രമേ അകത്തേക്ക് ചെല്ലുന്നുള്ളൂ. ആരോഗ്യം നോക്കണ്ടേ കുട്ടി എന്നൊക്കെ ചോദിക്കാണ്. എനിക്ക് വേണ്ടാത്തതുകൊണ്ടാ ഇടത്തി എന്ന് പറഞ്ഞു. അപ്പം വേഗം തന്നെ ഇടത്തി ചെല്ല്, ഇടത്തി പോയി കഴിച്ചോ, എനിക്ക് വേണ്ട വേണ്ട എന്ന് നിർബന്ധം പിടിച്ചിട്ട് വേഗം തന്നെ ശ്രീജ അതും കൊണ്ട് പോയി കേട്ടോ. പോയി കഴിഞ്ഞപ്പോഴത്തേനും അമ്മ അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കമല വേഗം അവൾക്ക് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു. അമ്മ നമുക്ക് കഴിച്ചാലോ? നിങ്ങൾ കഴിച്ചോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അമ്മ എന്താ കഴിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് ശ്രീജ. ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നതാണ്, അമ്മയൊന്നും കഴിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നന്ദിനി. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ, നിങ്ങൾ കഴിക്കാൻ. വേദ പട്ടിണി കിടക്കുന്നതുകൊണ്ട് അമ്മയും പട്ടിണി കിടക്കുകയാണോ? ഒന്നും കഴിക്കാണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അതുകൊണ്ടൊന്നും അല്ല, വേദ ചെറുപ്പം അമ്മേ, അതുപോലാണോ അമ്മ? എന്തെങ്കിലും അസുഖം വന്നാൽ എന്ത് ചെയ്യും? അമ്മ വന്ന് കഴിക്കുക, ഞാൻ എടുത്തു തരാം. ഈ മനുഷ്യനുണ്ടായ കാലം മുതൽ ഒരു ഡെപ്പിക്കാതെ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ പട്ടിണി കിടന്ന് സമരം ചെയ്യും. ഈ വക കോപ്രായം കണ്ടിട്ട് അമ്മ ആരോഗ്യ കളയല്ലെന്നാ പറയാനുള്ളത്. നന്ദിനി, ഈ വീട്ടിലെ മരുമകളായി കണക്കാക്കല്ലെന്നേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഈ ഒരു അതിഥിയായി കണക്കാക്കി ഭക്ഷണവും താമസവും നൽകണം എന്ന് തന്നെയാണ് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത്. അതിലൊരു മാറ്റവും ഇല്ല, മനസ്സിലായോ? വീട്ടിൽ വന്നു കയറുന്ന അതിഥി പട്ടിണി കിടക്കുമ്പോ എനിക്ക് അന്നെ ഇറങ്ങില്ല കുട്ടികളെ എന്ന് പറഞ്ഞു നമ്മുടെ കമലാമ്മ. എന്നിട്ട് അപ്പൊ വേദ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക കേട്ടോ. ആ കുട്ടിക്ക് കഴിക്കാൻ സമയമാകുമ്പോ ഞാനും കഴിച്ചോളാം എന്ന് പറഞ്ഞോണ്ട് കമല അപ്പുറത്തേക്ക് അങ്ങ് മാറിപ്പോയി കേട്ടോ. ഇത് കണ്ടപ്പോ വേദയ്ക്ക് വിഷമായി. എന്ത് കഷ്ടാണെന്ന് നോക്കണേ,
ഈ പറഞ്ഞത് വെറുതെ ചുമ്മാ ഡയലോഗാ. അമ്മക്കിപ്പൊ ഇവള് ഇളയ പുത്രം കൊണ്ടുവന്ന എന്താ പറയാ ഇളയ മരുമകളാ, അതാ ഇത്ര സങ്കടം. നീ ഒന്ന് മിണ്ടാതിരിക്കോ നന്ദിനി, നിനക്ക് എന്താ പറ്റിയത്? ഇപ്പൊ പട്ടിണി കിടന്നിട്ട് കുറച്ച് കഴിയുമ്പോ വിശക്കണോ എന്ന് പറഞ്ഞ് വരാതിരുന്നാ മതിയായിരുന്നു. സാധനങ്ങളൊക്കെ നമ്മള് വാങ്ങിച്ചു വെച്ചത് തന്നെയാണ് എന്ന് നന്ദിനി നീ എന്താ പറയുന്നത് എന്ന് ചോദിച്ചു ശ്രീജ. അപ്പൊ ഈ സമയത്താണ് ഒരു പുറത്തുനിന്ന് ഒരു ചേച്ചി പച്ചക്കറി എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്ന ഒച്ച കേൾക്കുന്നത്. അപ്പൊ വേഗം തന്നെ വേദ എഴുന്നേറ്റ് പുറത്തേക്ക് പോവാണ്. അവളെ എങ്ങോട്ട് പോയതാ എന്ന് ചോദിച്ചു. എനിക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു ശ്രീജ. അപ്പൊ വേഗം തന്നെ ആള് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പച്ചക്കറി വണ്ടിയിൽ നിന്ന് പച്ചക്കറി വാങ്ങാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഒരു ചേച്ചിയാണ് കേട്ടോ. എന്താ മോളെ, പച്ചക്കറി വേണോ എന്ന് ചോദിച്ചു. ആ വേണം. അപ്പൊ ആളടുത്തേക്ക് ചെന്നു. ഇവിടുത്തെ വിക്രം ഒരു പെണ്ണിനെ താലി കെട്ടിക്കൊണ്ട് വന്നു എന്ന് കേട്ടല്ലോ, മോളാണോ അത്? അതെ എന്ന് പറഞ്ഞു. നന്നായി വരട്ടെ കേട്ടോ, താലി ഭാഗം ഉണ്ടാവട്ടെ, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ, നീണ്ട താലി ഭാഗ്യം തന്നെ ഉണ്ടാവട്ടെ മോക്ക്. എന്തൊക്കെയാ മോക്ക് വേണ്ടതാ എന്ന് ചോദിച്ചു. അതിന്റെ ഈശ്വര, എന്താ വാങ്ങണ്ടേന്ന് ഒന്നും അറിയില്ല ആൾക്ക്. അത് പിന്നെ എല്ലാം ഇച്ചിരിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞു. അവിയൽ വെക്കാനാണോ? ശരി എന്ന് പറഞ്ഞ ചേച്ചി അവിയൽ വെക്കാനുള്ള കൂട്ടെല്ലാം വാങ്ങി. എത്രയാ? അയ്യോ അത് കൊണ്ടുക്കോ, ഞാൻ വിക്രമനോട് കണക്ക് പറഞ്ഞോളാം. അയ്യോ അത് വേണ്ട, എന്റെ കണക്ക് ഞാൻ തീർത്തോളാം. കണക്ക് നോക്കിയാ വിക്രമനാ ഞാൻ അങ്ങോട്ട് കൊടുക്കാനുള്ളത് മോളെ. സത്യം പറഞ്ഞാ ഇപ്പൊ ഈ ജോലി ചെയ്ത് 4 കാശ് ഉണ്ടാക്കുന്നതേ വിക്രം സഹായിച്ചിട്ടാ മോളെ. എന്ന് വെച്ചാ വിക്രം നിങ്ങൾക്ക് കാശ് കടം തന്നോ? അതൊന്നും അങ്ങനെ പറഞ്ഞാൽ തീരില്ല, വിക്രമനോട് തന്നെ ചോദിക്കാൻ. പച്ചക്കറി വിൽക്കുന്ന മേരി ചേച്ചി അറിയുമോന്ന് വിക്രം തന്നെ എല്ലാം പറഞ്ഞു തരും. എന്നാ ഞാൻ പോട്ടെ മോളെ. ചേച്ചി നിക്ക്. എന്താണെങ്കിലും ഇത്തവണ പൈസ ഞാൻ എന്തായാലും തരും. വിക്രം ചെയ്ത സഹായത്തിന് വിക്രത്തിന് തന്നെ തിരിച്ചു ചെയ്താൽ മതി. ചേച്ചി ഇപ്പൊ എത്രയാന്ന് പറ മോളെ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഒരിക്കലും വേണ്ടാന്ന് പറയരുത്, അത് വേണം എന്ന് തന്നെ പറയണം. അതിന് അതിൻ്റെതായ വിലയുണ്ട് ചേച്ചി. ശരി എന്നാ 200 എന്ന് പറഞ്ഞ വേദ പൈസയൊക്കെ കൊടുത്തു. എന്നിട്ട് ആൾ അകത്തേക്ക് കയറി ചെല്ലുക കേട്ടോ. അയ്യോ ഈ ലോകത്തുള്ള പച്ചക്കറി മുഴുവനുണ്ടല്ലോ കയ്യില്. സലാഡ് ഉണ്ടാക്കി കഴിക്കാൻ പോവാണോ? എന്താ സലാഡാക്കുക? ഭക്ഷണം വെച്ച് കഴിച്ചാൽ എന്താ ശരിയാവില്ലേ? ഇവിടെ വാങ്ങി വെച്ച സാധനങ്ങളല്ലേ എടുക്കാൻ പറ്റാതെ ഉള്ളൂ. എനിക്ക് വാങ്ങി ഉണ്ടാക്കാലോ എന്ന് ചോദിച്ചു വേദ. അപ്പൊ നന്ദിനിക്ക് കിട്ടിപ്പാണേ. അതിന് വേണ്ടിട്ട് നിനക്ക് വേദയ്ക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്നല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞു? ധാരാളം വേലക്കാരുള്ള വീട്ടിൽ ജനിച്ചത് കൊണ്ട് ഞാന് ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള സത്യമാണ്. പക്ഷേങ്കിലേ എനിക്കുണ്ടാക്കാനൊക്കെ അറിയാം. ഞാൻ നല്ല കെട്ടിലനായിട്ടുണ്ടാക്കും, ഒരു സംശയം വേണ്ടെന്ന് പറഞ്ഞ വേദം നല്ല സൂപ്പറായിട്ട് അങ്ങ് തള്ളി മറിക്കാണ് കേട്ടോ. അപ്പൊ ഇത് കേട്ട നന്ദിനിയുടെ കണ്ണൊക്കെ തള്ളി നിൽക്കുകയാണ്. ആ ശരിക്കും ഞാൻ പറഞ്ഞു തന്നെ, നല്ല അടിപൊളിയായിട്ടാ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്. ഞാനുണ്ടാക്കിയാലേ ഇവരെല്ലാവരും അടുക്കള എന്താന്ന് അറിയാത്ത മണ്ടൂസാന്നാണോ വിചാരിച്ചത്? ആക്ച്വലി ഐ ആം ബെസ്റ്റ് ഓഫ് കുക്കിംഗ് എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ഞാൻ വാങ്ങിയത് കുക്ക് ചെയ്തതും ആരെടുത്താലും ഒരു വിരോധം ഇല്ല കേട്ടോ. നന്ദിനി അടുത്തേക്ക് കഴിക്കാട്ടോ എന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് വേണ്ടായേ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയാൻ തുടങ്ങിയ എല്ലാരും എന്റെ ചുറ്റിനായിരിക്കും. ശരിക്കും പിന്നല്ലാണ്ട് എനിക്ക് കുക്ക് ചെയ്യാൻ ചില പാത്രങ്ങളും കുറച്ച് മസാലപ്പൊടിയും ഒക്കെ തരണം കേട്ടോ. അയ്യോ ആഹാ, പച്ചക്കറി വാങ്ങിച്ച കൂട്ടത്തില് എന്താ കുറച്ച് പാത്രങ്ങളും മസാലപ്പൊടിയും ഒക്കെ വാങ്ങാൻ പാടില്ലായിരുന്നോ? കടയിൽ പോയ എല്ലാം കിട്ടും, മുറ്റത്ത് പോയ അടുപ്പും കൂട്ടാം. നന്ദിനി എന്ന് വിളിച്ചോ. ചെല്ലു ശ്രീജെ, ആ കുട്ടിക്ക് വേണ്ട പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ എടുത്തുകൂടെ. അമ്മേ അച്ഛൻ പറഞ്ഞത്. ദേ അച്ഛൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാട്ടോ നന്ദിനി, മിണ്ടിപ്പോവല്ലേ നീ ഇനി എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിക്ക് ഈ വീട്ടില് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെന്നാണെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തേ പറ്റും. എന്താണെങ്കിലും ശ്രീജ ചെല്ല്, വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വേദയും കൂട്ടിക്കൊണ്ട് ശ്രീജ അകത്തേക്ക് ചെന്നു. എന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടി സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തു. ഞാൻ അപ്പുറത്തുണ്ട്, എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ വേഗം തന്നെ എന്റെ ഈശ്വര, ഞാൻ തള്ളി മറിക്ക് ഇച്ചിരി ബിൽഡപ്പ് കൂടിപ്പോയി. ഇനി എന്താ ചെയ്യാന്നറിയില്ല. ആള് പച്ചക്കറി വെച്ചിങ്ങനെ നിൽക്കാണ്. ആ ശ്രീജേച്ചി, ശരിക്കും വെജിറ്റബിൾ പുലാവും കുറുമി ഉണ്ടാക്കാം അല്ലേ എന്നിങ്ങനെ ചോദിക്കാണ്. ഒന്നും മിണ്ടിയില്ല. അപ്പൊ വേഗം തന്നെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താന്ന് വെച്ചാ ഉണ്ടാക്കിക്കോട്ടെ, നിനക്കിപ്പോ എന്താ എന്ന് ചോദിച്ചു നന്ദിനിയോട്. ഷൂ ഞാനിപ്പോ എന്ത് ചെയ്യും? നെറ്റി നോക്കിയാ പോലെ. ആള് നെറ്റി നോക്കി എങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നന്ദിനിയാണെങ്കിൽ പുറകേന്ന് മാറുന്നില്ല. ഇവരെന്തിനാ എന്നെ നോക്കിയിരിക്കുന്നതും? കയ്യിൽ തന്നെ സബോള എറിഞ്ഞെറിഞ്ഞ് നന്ദിനി കിട്ടൊരു ഒറ്റ ഇറങ്ങി വെച്ചു കൊടുത്തു. വേദ അറിയാത്ത പോലെ നല്ലതായിട്ട് കേട്ടു. അയ്യോ സോറി അറിയാതെ പറ്റിയതാണേ എന്ന് പറഞ്ഞു. എടീ അപ്പൊ കിട്ടാനുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് നന്ദിനി ഇതേണ്ട അപ്പുറത്ത് മാറിപ്പോയിരിക്കുക. വേദനയുണ്ടോ നന്ദിനി എന്ന് ചോദിച്ചു. ഷോ കഷ്ടായി പോയി.
അപ്പൊ നന്ദിനിയുടെ തലമണ്ടക്കിട്ട് ഒരേറും. അപ്പൊ വഴുതനയെന്ന് തുടങ്ങാം അല്ലേ എന്ന് ചോദിച്ചു. അയ്യോ പുലാവിന് വഴുതനങ്ങയോ എന്നിവര് തലേ കൈവച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്റെ ഈശ്വര, എന്തൊക്കെ കാണണോ എന്തോ, ഇനിയിപ്പൊ എങ്ങനെയാണെങ്കിലും സഹിച്ചേ പറ്റുമോ. അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്തു, മുളക് പൊടി വാരിയിട്ടു, മല്ലിപ്പൊടി വാരിയിട്ടു, ഇങ്ങനെ വേദയുടെ കുക്കിങ് തകൃതിയായിട്ട് നടക്കാണ്. നമ്മൾ കാണുന്നത് നമ്മുടെ എന്താ പറയാ ജഡ്ജിന്റെ വീട്ടിലാണ്. അപ്പൊ ജഡ്ജിന്റെ വീട്ടില് എല്ലാവരും ഇരിപ്പുണ്ട്. അവരെല്ലാവരും നമ്മുടെ പത്മ ആണെങ്കിൽ ഭയങ്കര കരച്ചില്. എന്തിനാ അമ്മ കരയുന്നത്? കരഞ്ഞു, അമ്മ നന്നായിട്ട് കരഞ്ഞു, ഇനിയിപ്പൊ എന്തിനാ കരച്ചിലായിട്ട് കുറയ്ക്കുന്നത് എന്ന് ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുകയാണ്. അച്ഛനടുത്ത് പല തീരുമാനങ്ങൾ എടുക്കാറില്ലേ, ആ ഒരു കാര്യമാണ് വേഗം മനസ്സിലേക്ക് ഓടി വരുന്നത് കേട്ടോ. ചേച്ചി ഇങ്ങനെ കരയല്ലേ എന്ന് പറഞ്ഞു വർഷേ. എന്റെ പൊന്നമ്മേ, അമ്മയ്ക്ക് ഇനിയും കരയാവല്ലോ. അമ്മയുടെ ഈ കരച്ചിൽ കാരണം ഞാനും അച്ഛനും നാണമില്ലാതെ വീണ്ടും അവിടേക്ക് ചെന്ന് കയറിയത്. എന്നിട്ട് അച്ഛനോട് ഞാൻ എങ്ങനെ സഹിക്കും? അച്ഛൻ എങ്ങനെ സഹിക്കും? അമ്മ പറയാൻ പറഞ്ഞു. മറ്റൊന്നുമല്ല, എല്ലാവരും കോടതിയിൽ എത്രയോ ആൾക്കാരെ ദൈവത്തെ കാണുന്നത് പോലെ തൊഴു കൈയോടെ നിൽക്കുന്നതാ അച്ഛന്റെ മുന്നില്. ആ അച്ഛനെയാ അവളെ അപമാനിച്ച് പറഞ്ഞയച്ചത്. അത് അമ്മയ്ക്കറിയോ എന്ന് ചോദിച്ചു. ഒരു തെറ്റും ചെയ്യാതെ മകൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ തലകുലിച്ച് നിൽക്കേണ്ട ഗതികേടുണ്ടല്ലോ, അത് ഭൂമിയിൽ ഒരച്ഛനും വരുത്തരുത് എന്ന്. അത്രയും മോശമായിട്ടാ പെരുമാറിയെങ്കിൽ അവൻ അവളെ ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കെതിരെ വേദയെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ടാവും. എനിക്ക് അതേ ഡൗട്ടുണ്ട് വർഷ. ആ റൗഡി എന്ത് ചെയ്യും എന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അവളെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിലോ മോനെ, അവക്ക് അച്ഛൻ എന്ന് പറഞ്ഞ ജീവനായിരുന്നു. ആ കുട്ടി ശരിക്കും പറഞ്ഞ അച്ഛൻ എന്തെങ്കിലും ജീവന്റെ അപകടം സംഭവിക്കും എന്ന് പറഞ്ഞത് കൊണ്ടാണോ എന്റെ കുട്ടി ഭയന്നിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചോ. അവള് അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ടായിരിക്കും ചിലപ്പം അവിടെ നിൽക്കുന്നത്. എങ്കിൽ അവിടെ വെച്ച് നമ്മൾ ആ പണം തട്ടിയെടുക്കാൻ തന്നെയായിരിക്കും ശ്രമം. നീ മിണ്ടാതിരി വർഷേ എന്ന് പറഞ്ഞു മുത്തശ്ശി. അവര് അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല എന്ന് പറഞ്ഞു. അവരുടെ സംസാരം കേട്ടാൽ തന്നെ അറിയില്ലേ, ആ മാഷിന്റെ വർത്തമാനം കേട്ടില്ലേ, ആ പണത്തിന് വേണ്ടി കള്ളത്തരം കാണിക്കുന്ന അല്ല ആ മാഷെന്ന് കാണുമ്പോ തന്നെ അറിയില്ലേ. പിടിക്കപ്പെടുമ്പോ ഇവിടെ എല്ലാ കള്ളന്മാരും മാന്യന്മാര് തന്നെയാ മുത്തശ്ശി. പണമാ വേണ്ടതെങ്കിൽ അവരാദ്യം ചോദിക്കില്ലേ ശ്രീകാന്തെ? അവരുടെ ഒരു നാടകമാണെങ്കിലും അമ്മേ, അവരെ പരമാവധി അപമാനിക്കാൻ ശ്രമിച്ച് നേടാവുന്ന തുകയുടെ വലിപ്പം കൂട്ടാനാണെങ്കിലോ എന്ന് ശ്രീകാന്തും പറഞ്ഞു. ശ്രീയേട്ടൻ പറഞ്ഞതിൽ ഒരു സംശയമില്ല, എല്ലാം സത്യമാ. ഈ വീഡിയോ കണ്ടു നോക്ക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് കൊണ്ടേ ഒരു വീഡിയോ കാണിക്കാണ് കേട്ടോ ദീപ്തി. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.